ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിയാമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗായിട്ടാണ് ട്ടോ. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ചിയാമോ ആരാന്ന് അറിയാനുണ്ടാവും. എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ അവളുടെ 4th ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ട്ടോ. മെർമെയ്ഡ് തീമാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഡെക്കറേഷനും കേക്ക്, കപ്പ് കേക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവളുടെ ഡ്രസ്സും എല്ലാം. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അന്നത്തെ ഒരു ഫുൾ വ്ളോഗ്, അന്നത്തെ മാത്രമല്ല നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യുന്നതും കൂടി ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. പിന്നെ കേക്ക് കട്ടിങ്ങും ഡെക്കറേഷൻസും ഫുഡ് ഉണ്ടാക്കലും ഫുഡ് കഴിക്കലും അങ്ങനെ ഫുൾ ഡേ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ചിയാമുൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ കണ്ടാ വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഏത് മോഡൽ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമ്മളിങ്ങനെ തപ്പി തിരഞ്ഞിട്ട് അവസാനം ഇതാ ഈ ഒരു ഫ്രോക്ക് കണ്ടോ സെലക്ട് ആക്കിയത്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു ടൈ ഒക്കെ ഉണ്ട് അതിന്മേ, പിന്നെ അതിൻ്റെ കൈയാണെന്നുണ്ടെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ വാങ്ങാമെന്ന് ഉറപ്പിച്ചു കേട്ടോ. ഇനി അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടിയും വലിയ ബോ പോലെ തോന്നി, അതുകൊണ്ട് നമ്മൾ വേറെ നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇതാ ഈ ബോ ആണ് സെലക്ട് ആക്കിയത്. അങ്ങനെ ഞങ്ങൾ പോയി ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് പിന്നെ നമ്മളിത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അത് അവർ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ട്, അപ്പോൾ ഓൾ സെറ്റാണ് നമുക്ക് ബർത്ത്ഡേക്ക് പോകാൻ. അപ്പോൾ ബർത്ത്ഡേയുടെ തലേന്നാണ് നമ്മൾ ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി ബർത്ത്ഡേക്ക് കാണാം. ബർത്ത്ഡേ പാർട്ടി ശരിക്കും രാത്രിയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇക്കുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇക്കു അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഒരു ഉച്ചക്ക് 12:30 ആവണ സമയത്ത് താത്താടെ അവിടെ പോയിട്ടാ. അങ്ങനെ അളിയൻക്കും ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് ബലൂണൊക്കെ വീർപ്പിക്കണ പണിയിലായിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റാർട്ടിങ് പരിപാടീസിലായിരുന്നു. പിന്നെ താത്ത എഴുന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കപ്പ് കേക്കും പോപ്സിക്കളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അതിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ടൻറ്റിൻ്റെ ആ ലാസ്റ്റത്തെ ഡെക്കറേഷൻ മാത്രമാണ് ചെയ്യാത്തുള്ളൂ. അത് ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ സെറ്റാക്കിയിട്ട്. കംപ്ലീറ്റ് ആയിട്ടും മെർമെയ്ഡ് തീം ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഡെക്കറേഷനും അതുപോലെ ഈ ഒരു സ്റ്റാൻഡും എല്ലാം ആ ഒരു തീമിൽ തന്നെ ഉണ്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എല്ലാം കൂടി സെറ്റായിട്ട്. പിന്നെ ഇതിൽ നമ്മൾ ഫസ്റ്റ് താഴെയുള്ള ലെയറിൽ ഡോണട്ടും അതിൻ്റെ മുകളിൽ കപ്പ് കേക്കും അതിൻ്റെ മുകളിൽ ഈ ഒരു കേക്ക് സിക്കിളും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വാളുമുള്ള ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ടാക്കി. അങ്ങനെ ഞാനും അളിയനും കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബലൂൺസ് എല്ലാം ടൈ ചെയ്തിട്ട് ശരിക്കും മെർമെയ്ഡിൻ്റെ ടെയിൽ പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഇക്കു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു 5 മണിയൊക്കെ ആയി ഇക്കുൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോൾ. അപ്പോൾ ഇക്കു വന്നപ്പോൾ ഇക്കും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇരുന്നിട്ട്. അപ്പോൾ ആ ടെയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ ഒരു ഐറ്റം കൂടി. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതേ ചിയാമു ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും മെർമെയ്ഡിൻ്റെ തന്നെ ഡ്രസ്സ് സെലക്ട് ആക്കിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം വന്നപ്പം അത് സൈസ് കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ തിരിച്ചു കൊടുത്തു. അപ്പോൾ കറക്റ്റ് ടൈമിന് നമുക്ക് ആ ഡ്രസ്സ് കിട്ടില്ല കേട്ടോ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ബർത്ത്ഡേ ഗേൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായിട്ട് ഉറങ്ങിപ്പോയിട്ടാ. ഫിഷ് നിർവാണം ഉണ്ടാക്കാൻ ഇതാ ഫിഷൊക്കെ ഫ്രൈ ആക്കിയിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലി ചിക്കനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാണ്. പിന്നെ ഏകദേശം ടൈമായി തുടങ്ങി. പിന്നെ വേറെ പ്രത്യേകിച്ച് ഗസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അളിയൻ ഉണ്ടായിരുന്നു കേട്ടോ. അളിയൻ്റെ അളിയൻ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അളിയനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം താത്ത
സംഭവങ്ങളൊക്കെ സെറ്റാക്കി കേക്കും എല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ. അങ്ങനെ ചിയാമുൻ്റെ ഇക്കൊക്കെ നാട്ടിലായതുകൊണ്ട് തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇക്കാനെയും കൂടി ഈ ഒരു കേക്ക് കട്ടിങ്ങിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ചിയാമുക്ക് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അൺബോക്സിങ്ങിലാണ്. അപ്പോൾ ചിയാമുൻ്റെ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് അത്. അപ്പോൾ ഒരു ചെയിനാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, സൂപ്പർ, തുറന്നോക്ക്, ഇഷ്ടപ്പെട്ടാ? അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിസ്സ ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചിയാമുൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.